ഈശ്വരന്മാരെ, അങ്ങനെ ഇന്നും ഒരു നല്ല ദിവസം തുടങ്ങുകയാണ്. എന്നും പറയുന്നത് തന്നെ ഇന്നും പറയുന്നു എന്ന് കരുതി ബോറടിക്കരുത്. ഞങ്ങളുടെ കൊച്ചുമുതലാളി അജി കെട്ടിടം പൊളിക്കാൻ എടുത്തതും പൊളിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം അറിയാമല്ലോ. ഇതിന്ന് പൊളിച്ചു കിട്ടുന്ന ജനാല, കട്ടില, വാതിൽ ഇതൊക്കെ പൊളിച്ചു വിറ്റാലേ കൊച്ചുമുതലാളിക്ക് കാശ് കിട്ടൂ. കൊച്ചുമുതലാളിക്ക് കാശ് കിട്ടിയാലേ ഞങ്ങൾക്കും കിട്ടൂ. അതുകൊണ്ട് ഞങ്ങളുടെ ശ്രദ്ധ എങ്ങും പോകാതെ ഈ പണി വേഗം തീർത്തു തരണേ. അറിയാലോ, എന്റെ അച്ഛൻ എനിക്ക് പേരിട്ട കാലം മുതൽ എനിക്ക് അബദ്ധങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. ഈ മുഖത്ത് നോക്കി അച്ഛനിട്ട പേരാണ്. അയ്യോ, പാമ്പ് കടിച്ച് പാമ്പ് കടിച്ച് ഇടയെന്തോ ആരെങ്കിലും പാമ്പ് കടിച്ചെന്ന്. ശരിയല്ല, ആരും പറഞ്ഞ് കരയണ്ടല്ലോ. എടാ ഉസോ, വാ പോയി നോക്കാം. ആ എന്നാ വാ. ഒരു മിനിറ്റ്, പാമ്പ് കടിച്ചു. അയ്യോ, എന്നെ പാമ്പ് കടിച്ചേ, ഓടി വരണേ. അയ്യോ, എനിക്ക് തല ഇറങ്ങുന്നേ. അയ്യോ, എന്നെ പാമ്പ് കടിച്ചേ. അയ്യോ, ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. അയ്യോ അയ്യോ, എവിടെ കടിച്ചത്? ഒരു തുണിക്കെട്ട് കിട്ടിയത് കെട്ടായിരുന്നു. സോപ്പ് കൊണ്ടുണ്ടായിരുന്നു, കഴുകായിരുന്നു. വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസം ഇവിടെ പാമ്പ് കടിച്ചിട്ടേ ഒറ്റ മണിക്കൂറിൽ തട്ടിപ്പോയി. അയ്യോ, എന്നോ ആശുപത്രി കൊണ്ട് നോക്കിക്കണം. പോയിട്ട് കാറ് വിളിച്ചോണ്ട് പട്ടാപ്പകല് കാർ എവിടെ പോയി വിളിക്കാനാണ്. കാറ് കിട്ടിയാലും ഇല്ലെങ്കിലും ജനറൽ ആശുപത്രി കൊണ്ടുപോയാൽ മതി. താൻ എന്ത് വട്ടാണോ ഈ പറഞ്ഞേ? കാറില്ലാതെ ഇയാളെ എങ്ങനെ ആശുപത്രി കൊണ്ടാണ്? ഞാനെന്താ കാറിലേ പോവുള്ള? കാർ എനിക്ക് പോകാനല്ല, ഇയാളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ. ആ, ഇയാളെ രക്ഷിക്കാൻ കാറില്ല, ഡോക്ടറാണ് ആവശ്യം. ഒരാൾ പാമ്പ് കടിച്ചു ഒന്ന് ആശുപത്രി കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോയില്ലേ? കരയാതെ അതിനകത്ത് സൂചി കുത്താൻ പോലും സ്ഥലമില്ല, പിന്നെയല്ലേ തന്നെ കൂടി കൊണ്ടുപോകുന്നത്. എന്നെയാണ് പാമ്പ് കടിച്ചത്. ഒരുത്തനല്ലേ? ഇന്നൊന്നുമില്ല, പോയിട്ട് വ്യാഴാഴ്ച വാ. പൊളിക്കാമെന്ന് കിടക്കുമ്പോഴാ വിച്ചാൽ. ഞങ്ങള് വാങ്ങാമെന്നല്ല, തരാമെന്നതാ. ഇങ്ങോട്ട് വാങ്ങി പറ കഴിവറി. ഈശ്വര, ആള് തെറ്റി. ദാ വരണു. എടാ എഴുതോ, ആരെങ്ങാണ്ട് എന്തെങ്ങാണ്ട് കൊണ്ടുവന്നേക്കണം. എന്റെ ഗൾഫിൽ നിന്ന് വന്ന അളിയനായിരിക്കും. എന്റെ പെർഫ്യൂം ഇപ്പൊ കിട്ടും. അജി ഞങ്ങളുടെ മരിച്ചുപോയ മുതലാളിയുടെ ജീവിച്ചിരിക്കുന്ന മോനാ. അവനാണോ ഈ കെട്ടിടം പൊളിക്കാൻ ഏറ്റിരിക്കുന്നത്? അല്ല, അവന്റെ അച്ഛനാ. പക്ഷെ അങ്ങനെ 2 മാസം മുമ്പ് മരിച്ചുപോയി. എന്ത് പ്രശ്നമുണ്ടേ? പ്രശ്നമൊന്നും തിരക്കണ്ട. നീ ഒന്നും ഈ കെട്ടിടം പൊളിക്കാൻ പോകുന്നില്ല. അത് തന്നെ. പൊളിക്കുന്നില്ല എന്നല്ല, തൊടുന്നില്ല. തൊട്ടാലേ നീയൊക്കെ വിവരറിയും. ഇത് അവകാശ തർക്കമുള്ള കെട്ടറാ. അവന്റെ അച്ഛൻ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തതിന്റെ ഈ എഗ്രിമെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒരു ചന്ദ്രൻ പിള്ള, അങ്ങേരാ ഇതിന്റെ ഓണർ. അയാൾ അതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ചന്ദ്രൻപിള്ളയുടെ അനിയന്റെ ആൾക്കാരുടെ ഞങ്ങള്. നിങ്ങൾ ചന്ദ്രൻ പിള്ള അനിയന്റെ ആൾക്കാരോ ചേട്ടന്റെ ആൾക്കാരായാലും ഞങ്ങൾക്ക് ഈ കെട്ടം പൊളിക്കാതിരിക്കാൻ പറ്റൂല ചേട്ടാ.
എണിക്കടാ. എന്താ ഇത്? ആരാ നിങ്ങള്? ആരാ എന്താ നോക്ക് പിന്നെ പറയാം. നിന്റെ ഉറക്കം കഴിഞ്ഞില്ലേ? നടക്കണേ അങ്ങോട്ട്. ഇത് കണ്ടോ? ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത്. ആഹാ, ഇതൊക്കെ കെട്ടണം വിളിക്കാനുള്ള സാധനങ്ങളാണല്ലേ? നിങ്ങൾ എന്താ കൊല്ലന്മാരാ? കൊല്ലന്മാരല്ലടാ, കൊല്ലാൻ വന്നവരാ. എന്താ കാണോ നിനക്ക്? വേണ്ട വേണ്ട വേണ്ട. മര്യാദക്ക് ഒഴിഞ്ഞു പോകുന്നതാ നല്ലത്. ആദ്യം ഇസ്മായിലിക്കേ പറയാൻ പറ്റൂ. ഇസ്മായിലിക്ക് ആരാടാ അവൻ? ഞങ്ങളുടെ സൂപ്പർവൈസറാ, ബുള്ളറ്റ് ഇസ്മായിൽ എന്ന് പറയും. ഇസ്മായിലിക്ക് ഇറങ്ങിയ അപ്പ ഇടിയാ, അതുകൊണ്ട് കഴിയുന്നത്ര ഇറങ്ങൂല. അങ്ങനെ ഒരു സൂപ്പർവൈസറോ? അവനൊന്ന് കാണണല്ലോ. അവന്റെ ഇടിയൊന്നും അറിയാലോ. അയ്യോ, നിങ്ങളെ പോലെ ആൾക്കാർക്ക് തിരിക്കുന്ന കാര്യമില്ല. പുള്ളി ബുള്ളറ്റിലാണ് മറക്കണത്. വണ്ടി ഓടിക്കുമ്പോഴും കണ്ണ് പൊളിക്കാനുള്ള ഘട്ടത്തിനെ ആയിരിക്കും. അപ്പൊ വണ്ടി ഇരിക്കുന്ന കാര്യം പറഞ്ഞത്. ആ അപ്പൊ അവന്മാർ നല്ല കാര്യം നടക്കുള്ളൂ. അതെ. എന്നാ വിളിയടാ നിന്റെ ഇസ്മായിലിക്കായ. മൊബൈൽ ഒന്ന് വിളിക്കട്ടെ. വിളിയടാ, എന്താടാ താമസം? ആ ഹലോ ഇസ്മായിൽക്ക, ഇവിടെ പ്രശ്നമുണ്ടാ? അല്ല, അവിടെ പ്രശ്നമായ അതിന് ഞാൻ അവിടെ ഇല്ലല്ലോടാ. എടാ സൂര്യപ്രകാശം, ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. ഇടിച്ചെന്ന് മാത്രമല്ല, വണ്ടിയിൽ ഇറങ്ങാനും പറ്റത്തില്ല. ഇവിടെ ആകെ പ്രശ്നമാണ്. എടാ, ഞാനും വണ്ടി കൂടി അയാളുടെ മടിയിലാണ്. അയാളെന്റെ ഇടിയേറ്റ് അംബാസഡർക്കാരനെ ഡിക്കലും. ഇതേ പോലീസും വന്ന് കാശ് കൊണ്ട് ഇങ്ങനെ വരണ്ടാ. ഒരു മിനിറ്റ്. എടാ എഴുന്നേറ്റ് മാറോ. എന്റെ കാലെടുത്ത് മാറ്റാൻ പറ്റത്തില്ല, തന്റെ വണ്ടി എടുത്ത് മാറ്റണോ? അതിന് എന്റെ കാലെടുക്കാൻ പറ്റണ്ടേ? താൻ അധികം വിളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ, ഇതിന് കാറ്റാ ഉരുടും. തന്റെ കാറ്റ് പോകാതെ നോക്കിയാൽ മതി. ഒന്നുമില്ലടാ, ഇവിടെ അടുത്തന്നെ കാറ്റ് പോകാറായി. മാറിക്കടാ. എന്താ പ്രശ്നം? എന്താ? സാറേ, ഞാനൊരു മര്യാദക്കാരനാണ്. റോഡിന്റെ വലതുവശത്ത് കൂടി ഞാൻ മര്യാദക്ക് വണ്ടി ഓടിച്ചോണ്ട് വരികയായിരുന്നു. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന അംബാസഡർക്കാരന്റെ ഡിക്കിന്ന് ഇയാൾ എന്നെ പിടിച്ച് വലിച്ചകത്തേക്ക് കയറ്റി. എന്റെ കയ്യിലെ നഖം മുറിഞ്ഞ് എന്റെ ചുവന്ന ചോര. അയ്യോ, നുണയാണ് സാറേ, എന്റെ നെഞ്ച് തകർന്നു പോയി. ഇതെന്താ വെറുതെ ഇരിക്കണ സ്ഥലണ? പിന്നെ വെറുതെ അല്ല നാട്ടുകാർ പോലീസുകാരുടെ പറഞ്ഞിട്ടിരിക്കണത്. ഇങ്ങോട്ട് താടാ അവന്റെ ഒരു മൊബൈല്. ഹലോ, കുറെ നേരമായി മിണ്ടായി നിൽക്കാണ്. മര്യാദയ്ക്ക് പ്രശ്നം തീർത്തില്ലെങ്കിൽ നിന്നൊക്കെ ഇടിച്ച് നിരപ്പാക്കി കളയും. ഓഹോ, ഇത് കണ്ടാ എന്നെ വെറുതെ പറയണത്. വെറുതെ അല്ല, പ്രശ്നം തീർത്തില്ലെങ്കിൽ ഇടിച്ച് നിരപ്പാക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ. എന്ന് സാറിനോട് പറഞ്ഞു. ആ ഫോണിങ്ങനെ. ഹലോ, നീ എന്ത് പണിയാടാ കാണിച്ചത്? എരുതിയിൽ എണ്ണ ഒഴിച്ചാ? നീയൊക്കെ എന്റെ കൈകൊണ്ട് ചാവും, പറഞ്ഞേക്കാം. ഇവളെ കൊണ്ട് തീരുന്ന ലക്ഷണമില്ല. അവന്റെ കൈ കൊണ്ട് നമ്മൾ ചാവുമെന്ന്. നീ ബുള്ളറ്റ് ഇസ്മായിൽ അറിയോ? അല്ലെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ബുള്ളറ്റ് ഇസ്മായിലോ? ആദ്യമായിട്ട് കേൾക്കാണല്ലോ. നിന്നെയൊക്കെ ഇടിച്ച് പരിപ്പെടുത്ത് കളയും. ഇതെന്താ അടിച്ചു പഠിക്കുന്നത്? ഇതെന്താ വണ്ടി ഇടിച്ചാ വന്നായിരുന്നു ഇല്ലേ? ലാത്തി ചാർജ്. ഞങ്ങൾ അങ്ങോട്ട് വരാം. അവന്മാരെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് അവന്മാരൊന്ന് കാണുകയും ചെയ്യാം. എന്നാടാ കേരള വണ്ടിയില്. ഐ, സ്ഥലം എവിടെ അറിയണ്ടേ? ആ ഫോണെന്ന് തരൂ. എന്റെ ഫോണാണ്. സൂര്യ, ഇസ്മായിൽക്ക, എവിടെ ഇത്? എടാ ഹൈസ്കൂൾ സ്റ്റോപ്പിലാ, വേഗം വാ. ആ ബാ, ബാ, ബാ. ആ, എന്റെ ആൾക്കാരൊക്കെ എത്തിയല്ല. എന്നെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ല, ഇവന്മാര് വെറുതെ ഇരിക്കില്ല. ജീവങ്ങളെയും ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നം. പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇയാളെ ഇടിച്ചൊന്ന് അതേക്ക് കയറ്റി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂന്നോ? ഈ വണ്ടി പണിയാനുള്ള കാശാര് തരും? അതിനവൻ ചത്തില്ല. ഉണ്ടായിരിക്കടോ, കാശൊക്കെ തരും. താനാണോ ബുള്ളറ്റ് ഇസ്മായിൽ? അതെ, എനിക്ക് നിങ്ങൾ എപ്പോഴാണ് മനസ്സിലായത്? നാറ്റിക്കല്ലേ. ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ എന്റെ ആൾക്കാരാണെന്നാണ്. ശരി, കെട്ടിടം ഒഴിഞ്ഞു പോയിക്കൊള്ളൂ. പ്രശ്നം തീർത്തു തരുമോ? ഇടി എനിക്ക് ധൈര്യം ഉള്ളതാ, പക്ഷെ ഇതല്ല പ്രശ്നം. ലൈസൻസ് ഇല്ല, RC ബുക്ക് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. എല്ലാം പണയം വെച്ചിരിക്കും, അടുത്ത ആഴ്ച കിട്ടുള്ളൂ. പ്രശ്നം തീർത്തുന്ന കെട്ടിടം എപ്പോ ഒഴിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. നിന്നെ എനിക്ക് ആവശ്യമുണ്ടോ? കേസൊന്നും വേണ്ട കേട്ടോ. ആയിക്കോട്ടെ. എപ്പോ ഇറങ്ങി? ഇന്നലെ. ശരി, എല്ലാരും പോയിക്കേ. ഞാൻ ഈ ഡിക്കി തന്നെയാണല്ലോ. ഇയാൾ ഇറങ്ങാൻ നോക്കടോ. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്തി. അവന്റെ അച്ഛൻ തന്ന അഡ്വാൻസ്. ഇനി ഈ ഏരിയയിലെങ്ങാനും കണ്ടുപോകരുത്. വാടാ. നേരത്തെ തന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇനി ആവശ്യമില്ല. അപ്പൊ ഈ കെട്ടിടം പൊളിക്കുന്നില്ലേ? എന്ത് പണിയാ ഇസ്മായിൽ കൈ ചെയ്തത്? മോനെ അജി, നിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയോ? എന്റെ മക്കളെ കൈവിടരുന്ന്. യാത്ര ചെയ്തിട്ടുണ്ട്. അജി, ദൈവം വലിയവനാടാ. ഇവന്മാരൊക്കെ ഇടപെട്ട കഷ്ണം പൊളിച്ചിരുന്നെങ്കിലേ കവസം കീറിപ്പോയനെ. ശരിയാ, നമുക്കിന്ന് നല്ലത് വരാൻ പോണ്ട്. എടാ അജി, ടെൻഷൻ അടിക്കല്ലേ വേണ്ടത്, ഇപ്പൊ സന്തോഷിക്കാ വേണ്ടത്. ഇത് കണ്ട, കൊടുത്ത പൈസ ഇസ്മായിലിക്ക് അങ്ങനെയൊക്കെ പറയാം. ഏതായാലും ആ വീട് പൊളിക്കാതെ വിട്ടു കളഞ്ഞ് ശരിയായില്ല. ടീച്ചറെ, അവന്മാർ ഒന്നിനും മടിയില്ലാത്തവരാണ്. കൂട്ടത്തിലൊരുത്തൻ കൊല്ലാൻ വേണ്ടി മാത്രം ചെരിയിൽ നടക്കുന്നവനാ. ഇറങ്ങുക, കൊല്ലുക, കൊല്ലുക, കയറുക. കാര്യം എന്നെ കണ്ടപ്പോ അവനൊന്ന് കിടുങ്ങി. എന്നോട് കളിച്ചാൽ രക്ഷപ്പെടില്ല. നീ എന്താ ചിരിച്ചു കളഞ്ഞത്? ആര് രക്ഷപ്പെടില്ല? ഞാൻ രക്ഷപ്പെടില്ല. അല്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. എടാ, ഇടിവാൾ സംഘം ഒന്ന് എഴുതി കാണിച്ചാൽ മതി, കേരള പോലീസ് വാലും പൊക്കി ഓടും. ഈ ഞാൻ ഓടിയതല്ലേ? അവനെ ഞാൻ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു.
തർക്കിച്ച് നിന്നിരുന്നെങ്കിലേ നീയൊക്കെ ഇടിവാൾ സംഘം ആരാണെന്ന് അറിഞ്ഞേനെ. ഒന്ന് മാറിക്കടാ. തല്ലിപ്പൊളി ജബ്ബാർ, തലക്കിടി മുസ്തഫ, തല്ലുകൊള്ളി ഹൈദ്രോസ്, ഇവരൊക്കെ ആരാണെന്ന വിചാരം? ഒരു ജർമ്മൻ മാറിക്കടാ തട്ടി. ഒരു ജർമ്മൻ കപ്പൽ കഴിഞ്ഞ ആഴ്ച മട്ടാഞ്ചേരി വാർഫിൽ വന്ന് ക്യാപ്റ്റൻ ചായ കുടിക്കാനായി 1.5 മണിക്കൂർ പോയി തിരിച്ചു വന്ന് വണ്ടി എടുത്തപ്പോഴേ നങ്കൂരം കാണാനില്ല. ആ നിന്റെ അപ്പനല്ലേ എടുത്തത് പോടാ. ഇനി ഇവന്മാരുടെയൊക്കെ ഒരു നേതാവുണ്ട്, ചന്ദ്രു. പഞ്ചപാവാണ്. ഒരു തടിമില്ലും ബിസിനസ്സും ചെറിയ ആനയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടെയാണ്. കയ്യിലൊരു ചെറിയ സാധനം എപ്പോഴും ഉണ്ടാവും, ഒരു തോക്ക്. ലൈസൻസ് ഉണ്ട്. അതുകൊണ്ട് ആരാദ്യം കൊന്നറിയോ? സ്വന്തം തന്തേനെ തന്നെ. ഇന്നേ വരെ പോലീസ് അവന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല. കറക്കി കുത്തിയാ കിട്ടുന്ന എല്ലാ മന്ത്രിമാരും അവന്റെ പോക്കറ്റിലാ. അവനുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് നിന്റെ ചേട്ടന്റെ കൂട്ടുകെട്ട്. ആര്? സുരേഷ് ഏട്ടനോ? സുരേഷ് എനിക്ക് വിശ്വസിക്കാമല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? പാർട്ടി എതിർത്താ പോലും ഞാൻ ചന്ദ്രുവിന്റെ കൂടെ നിൽക്കൂ. ചന്ദ്രുവിന്റെ കൂടെ നിന്നിട്ട് കളം മാറ്റി ചവിട്ടിയവരെയൊക്കെ ചന്ദ്രു തീർത്തിട്ടുണ്ട്. നമുക്ക് 2 കൂട്ടർക്കും ഗുണം വേണം ചന്ദ്രു. ചന്ദ്രുവിനെതിരെ എന്റെ പാർട്ടി നിൽക്കില്ലാതെ ഞാൻ ഉറപ്പു തരാം. എന്നാ നമുക്ക് പോകാം. ഗുഡ് നൈറ്റ്. ഓക്കെ, സീ യു. ആ ദേ സുരേഷ് വന്നു. ഇവനെ ഞാനൊന്ന് ഗുണദോഷിച്ചു നോക്കട്ടെ. വേണ്ട വേണ്ട ഇസ്മായിലെ, ഈ ഒച്ചയും ബഹളവും കേട്ടു മടുത്തു. ഒന്ന് ചുമ്മാതിരിക്കാൻ ടീച്ചറെ. ഇവന് ഞാനേ പറ്റൂ. ഇവനെ ഞാൻ നേരെയാക്കി കാണിച്ചു തരാം. കണ്ടോ? ഒന്നുമില്ല. ദേ തള്ളേ, നിന്ന് കഥ പറയാതെ കഴിക്കാൻ വല്ല എടുത്ത് വെക്ക്. പാവം അവന് വിശക്കുന്നുണ്ടാവൂടെ. ഞാനിവിടെ നിന്നാലേ അവൻ വല്ലതൊക്കെ പറയടാപ്പാ. പാടാ. ആ പിന്നെ ഇസ്മായിൽ ഖാൻ, നാളെയും ചേച്ചിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. സെറ്റപ്പേട്ടൻ വഴി തന്നെയാ. ആള് ഗൾഫുകാരനാ. കാണാനൊക്കെ സുന്ദരനാണെന്നാ സെറ്റപ്പേട്ടൻ പറഞ്ഞത്. സെറ്റപ്പ് അങ്ങനെ പലതും പറയും. വല്ലതും വിശ്വസിക്കാൻ പറ്റുമോ? അയാൾക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ അറിയൂ. എന്നെ പോലെയാണോ ഒരു സെറ്റപ്പേട്ടൻ? ബഷീറേ പിടിവിട്, ഞാൻ പോട്ടെ. സെറ്റപ്പേ ഇറങ്ങ. സെറ്റപ്പേ രാമകൃഷ്ണ, മര്യാദക്ക് പറഞ്ഞു. അതാ നിനക്ക് നല്ലത്. എന്താന്ന് വെച്ചാ കാര്യം പറ സെറ്റപ്പേ. തല്ലാതെ ഞങ്ങൾ നോക്കണം. ഈ നിൽക്കുന്ന നാരായണന്റെ അമ്മയും ബഷീറിന്റെ വാപ്പയെ ഒരുമിച്ചൊരു കട്ടിലിൽ കിടന്നതിന് എന്നെ തല്ലണ എന്തിനാ? അത് ശരി, അങ്ങനത്തെ പ്രശ്നമാണ്. തെമ്മാടിനം പറയരുത്. എന്റെ വാപ്പിയും ഈ നാരായണന്റെ അമ്മയും 2 രാത്രിയും 3 പകലും ഒരു ഒറ്റ കട്ടിലിൽ കിടന്നിട്ട് 12 മണിക്ക് ഒരുമിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ തെണ്ടി സർട്ടിഫിക്കറ്റ് തന്നിരിക്കണേ. വീടില്ലവന്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ. ഞാനൊരു പരോപകാരിയാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. തന്റെ ഉപകാരവും സെറ്റപ്പും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കളിച്ചാലുണ്ടല്ലോ. സെറ്റപ്പേ കാര്യം എന്താന്ന് വെച്ച് തെളിച്ചു പറ. ഈ നിൽക്കുന്ന നാരായണനും ബഷീറിനും പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ചികിത്സയ്ക്ക് ലോൺ കിട്ടാൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം അറിഞ്ഞപ്പോ ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ അത് സെറ്റപ്പ് ചെയ്യാവുന്ന ഏറ്റു. ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ എം ജോൺ MBBS FRCSന്റെ കാല് പിടിച്ചാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആശുപത്രി കിടക്കാത്തവർക്ക് കിടത്തി ചികിത്സിച്ചു എന്നും പറഞ്ഞാൽ ഞാൻ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്ത്. ആ സർട്ടിഫിക്കറ്റ് ഇതിലുണ്ടും. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതെന്റെ വാപ്പാന്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഇയാളുടെ അമ്മയുടെ സർട്ടിഫിക്കറ്റ്. 16-ാം വാർഡിൽ 9-ാം നമ്പർ ബെഡിൽ 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെ 2 രാത്രിയും 3 പകലും ഒരേ സമയം അഡ്മിറ്റ്, ഒരേ സമയം ഡിസ്ചാർജ്. കൊല്ലണോനെ. സർട്ടിഫിക്കറ്റ് 2 നോക്കിയിട്ടേ സൂപ്പറിന് വരെ നാണിച്ച് ചോദിക്കുക. ഈ ബന്ധം നിങ്ങളാരും അറിഞ്ഞില്ലേ? അയ്യോ, ഞാനും ഇപ്പോഴറിയുന്നത്. അവർ തമ്മിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടോ? ദയവേത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. 5 മണിക്ക് മുമ്പ് ഈ ഡേറ്റ് തിരുത്തി ഈ സെറ്റപ്പ് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. അല്ലെങ്കിലേ താൻ വിവരം ഒരുത്തനെ ബ്യൂട്ടി പാർലർ ഇരുത്തി വെച്ച് വന്നിരിക്കുക. അവന്റെ കാര്യം സെറ്റപ്പ് ആക്കി വെച്ച് ഞാൻ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാ. അല്ലെങ്കിലേ താൻ സ്ഥിരമായിട്ട് ആശുപത്രിയിലാവും. മോനെ കുട്ടു, പട്ടിക്ക് വെച്ച ബിസ്ക്കറ്റ് ഡാഡി എടുത്ത് കഴിക്കാതെ നോക്കണേ. ശരി ശരി, മമ്മി ഉടനെ വന്നേക്കാം. ചേച്ചി ഔട്ട് ഗോയിങ് ഫ്രീ ആണോ? എന്ത് ബ്രേക്കാണോ ഇത്? സുരേഷേ, ഐശ്വര്യോട്ട് വലുത് ആലോചിച്ചിറങ്ങ്. ഇത് ഇടത് കാലല്ലേ, വലുത് ആലോചിച്ചിറങ്ങ്. ബ്യൂട്ടി പാർലറിൽ പോയതിന്റെ ഗുണമുണ്ട്. കൊള്ളാം കൊള്ളാം, മതി. എനിക്ക് 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി ഈ സെറ്റപ്പിന്. അച്ഛനും മോൻ അളിയന്മാരെ ഇറക്കാൻ. അച്ഛൻ, അമ്മ, അളിയൻ എല്ലാരും നടരാജ വണ്ടി കൊണ്ടുവയ്ക്കോ. ഞാൻ നിന്നെ കാണിക്കുന്ന 10ാമത്തെ പെണ്ണായ. ഇതും സെറ്റപ്പ് ആയില്ലെങ്കിൽ ഈ രാമകൃഷ്ണ ബുദ്ധിമുട്ടിക്കുന്നു.
ഞാൻ എന്റെ വീടിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന വീടാണിത്. അന്തസ്സായിട്ട് പെരുമാറണം. അതെനിക്കറിയാം, ഞാൻ ഗൾഫിലല്ലേ. പിന്നെ 25 സെന്റ് സ്ഥലവും വീടും ഉണ്ട്. ഇത് നീ വേണമെന്ന് ചുറ്റിയിടന്ന് കണ്ടോ? ഞാൻ അകത്ത് പോയെന്ന് സെറ്റപ്പ് ആക്കട്ടെ. ചേട്ടാ 2 ആഴ്ചത്തെ ലീവ് ഉള്ള എനിക്ക്. എന്തിന് 2 ആഴ്ച? 2 ദിവസം മതി. വാടാ, ഞാൻ ചുറ്റി നടന്നൊന്ന് കാണട്ടെ. ചെല്ല് ചെല്ല്. ഉറങ്ങ ടീച്ചറെ. അവര് വന്നോ? 10 മണി വരെ കാത്തിരിക്കുക. ചെക്കന അച്ഛന അമ്മാവൻ അളിയന്മാരെല്ലാരും വരുത്തിയിട്ടുണ്ട്. ടീച്ചർ കണ്ടോ? ഞാൻ സെറ്റപ്പ് ആക്കും. സുരേഷ് എവിടെ? ഏട്ടൻ മുറിയിലുണ്ട്. ടീച്ചറെ, സുരേഷ് ഏറി വേണ്ടാത്ത രീതിയിലൊക്കെ സംസാരിച്ച സെറ്റപ്പ് പൊളിയും. ഞാൻ അവനോട് പറയാം, ഒന്ന് നന്നായിട്ടൊക്കെ പെരുമാറാൻ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ ചിട്ടിക്കാശ് കിട്ടിയിട്ട് മതി പെണ്ണ് കാണുന്നൊക്കെ. കല്യാണം ഉറപ്പിച്ച് ഡേറ്റ് എത്തി. ചിട്ടിക്കാശ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സെറ്റപ്പ് തരുമോ? എനിക്കങ്ങനെ നാണം കിടപ്പയ്യ. സുരേഷ് ഏട്ടാ, എല്ലാം ശരിയാവുന്നേ. ആദ്യം പെണ്ണുകാണൽ നടക്കട്ടെ, പിന്നെ ചിട്ടിക്കാശ്. അത് അമ്മാവൻ ഏറ്റിട്ടുണ്ടല്ലോ. അമ്മാവൻ അയാൾക്ക് നിനക്കൊന്നും പ്രശ്നമില്ലല്ലോ. ചേട്ടാ ഒന്ന് പതുക്കെ, അവര് കേൾക്കും. ഞാനേ 10 പേരറിയുന്ന താലൂക്ക് ലെവലിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാ. പെങ്ങളുടെ കല്യാണം കാശില്ലാതെ മുടങ്ങെന്ന് പറഞ്ഞാലേ നശിക്കുന്നത് എന്റെ പ്രതിച്ഛായ. അറിയോ നിനക്ക്? കാശ് കിട്ടിയിട്ട് ആലോചിക്കാന്ന് വെച്ചാ അവളുടെ പ്രായം പോവല്ലേ മോനെ. ഒരു കാര്യം ഉറച്ചു കിട്ടിയ അമ്മാവിന് ഒരു ചോറുണ്ടാവും. ചിട്ടിക്കാശ് എത്രയും വേഗം കിട്ടുകയും ചെയ്യും. എല്ലാരും കൂടെ നടത്തിക്കോ, ഞാൻ ഒഴിവാ. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്കോ. സെറ്റപ്പ് അകത്തോട്ട് കാണുന്നില്ലല്ലോ. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് വന്ന് ലേറ്റ് ആയിട്ടാണല്ലോ. അതെ. വാഷിംഗ് മെഷീൻ. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നെ വാഷിംഗ് മെഷീൻ വിളിക്കരുതെന്ന്. ഞാൻ ഇവിടുത്തെ ജോലിക്കാരി അല്ല, ടീച്ചറുടെ അനിയത്തി പോലെയാ. അയ്യോ, പോലെയല്ല, അനിയത്തി തന്നെ. പിന്നെ ഈ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കും. മുട്ടായി മേടിച്ചെന്നാ അനുസരിക്കാം. 10 കാൽവറീസ്. അത് മതിയാവും. ഇന്നത്തേക്ക് അത് മതിയാവും. ശരി, വാങ്ങിത്തരാം. അതെ, അനിതയെ കാണാൻ കുറച്ചുപേര് വന്നിട്ടുണ്ട്. സ്വല്പം നേരത്തേക്ക് നീ അങ്ങോട്ട് വരരുതേ. ഈ ചേട്ടൻ വാക്ക് പറഞ്ഞ പാലിക്കേ ഇല്ല. എനിക്ക് സിൽക്കിന്റെ ചുരിദാർ വാങ്ങി തരാന്നോട്ട് വാങ്ങി തന്നോ? അത് വാങ്ങി തരാന്ന് കയ്യിലടി സത്യം ചെയ്ത് ഞാൻ അനുസരിക്കാം. കയ്യിലടി 10 കാഡ്ബറീസും സിൽക്ക് ചുരിദാറും വാങ്ങിത്തരാം. പിന്നെ ഈ സാരിയും കൂടെ കഴി കഴിഞ്ഞാലേ ഞാൻ അകത്തോട്ട് വരാം. എന്നിട്ട് നല്ലൊരു പാട്ട് പാടിത്തരാം. ചതിക്കരുത്. നീ അന്ന് പാട്ട് പാടിയിട്ട് അനിതയെ കാണാൻ വന്ന പാർട്ടികൾ ഉടക്കിപ്പോയത്. പറഞ്ഞനുസരിക്കുന്ന പോലെ വരരുത്. അവിടേക്ക് വരരുതെന്ന് പറഞ്ഞാൽ വരരുത്, മനസ്സിലായോ? എനിക്ക് സിൽക്കിന്റെ ചുരിദാറും 10 കാൽവറീസ് വാങ്ങി തരുമോ? വാങ്ങിത്തരാം, വരരുത്. അതാരാ? പോടാ. ബിസിനസ് കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ച ശേഷം ഞാനാ ഏറ്റെടുത്ത് ചെയ്യുന്നത്. പെൺകുട്ടി ഇയാളുടെ മൂത്തോ ഇളയതോ? 1 വയസ്സിന് മൂത്തതാ. സുരേഷ് എനിക്ക് ഒറ്റ മോനാ. എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. അതിനുമ്പ് നടത്തിയിട്ട്. ഇതാരാ? ഞാൻ ബ്രദറാ. ഞാൻ ഗൾഫിലാ. അറിയാം. സെറ്റപ്പേട്ട ഇങ്ങ് വന്നാളിയാ. വീട്ടിൽ പോയി വന്നപ്പോണ്ടായില്ലല്ല. പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെങ്ങനെ കണ്ടു? അതൊക്കെ ഞാൻ കണ്ടു. ചേട്ടാ, എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. അച്ഛനോട് പറഞ്ഞാൽ മനസ്സിലാവൂല. വേഗം നടത്തി തരണം. സെറ്റപ്പേട്ടാ, എനിക്ക് 2 ആഴ്ചത്തെ ലീവ് ഉള്ളു. എന്തിന് 2 ആഴ്ച? 2 ദിവസം പോരെ ഈ സെറ്റപ്പിന്. നീ അകത്ത് പോയി സെറ്റപ്പ് അളിയനല്ലേ? അതെ. നരിടാണോ? അല്ല. ഒരെണ്ണം സെറ്റപ്പ് ആക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലോചിക്കടേ. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. ചെക്കനെ 6 വർഷമായിട്ട് ഗൾഫിലാ. നല്ല ശമ്പളം. എനിക്ക് ഒറ്റ മകൻ. കിട്ടൂലേ? ടീച്ചർ പറയ്. ഈ ഇരിക്കുന്ന ഉരുപ്പടിയും കിട്ടുമല്ലയോ? ഇവിടെയും സ്ത്രീധനത്തിന്റെ കാര്യം ചോദിച്ചു അല്ലേ? ചോദിച്ചു. അപ്പൊ ഇതും ഗോവിന്ദ. ഈ പറഞ്ഞത് എന്താണെന്ന് ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 2 ലക്ഷം രൂപ 100 പവന്റെ സ്വർണ്ണവും. ഇന്നത്തെ കാലത്ത് ഒരു എമൗണ്ട് ഒന്നല്ലല്ലോ. സ്ത്രീധനത്തിന്റെ കാര്യം ഇവരാരും പറഞ്ഞിരുന്നില്ല. അവരെന്തിനാ പറയണ്? ഈ ഇരിക്കുന്ന ഉരുപ്പടിയുടെ ഉടമസ്ഥൻ ഞാനല്ലേ പറയണ്ടേ? സമയമായപ്പോ ഞാനിതാ പറഞ്ഞിരിക്കുന്നു. ചേച്ചി, അവർക്ക് ചായ വേണ്ടത്. നീ എങ്ങോട്ടാണ് ഈ നോക്കുന്നേ? നിങ്ങളൊരു റിട്ടയർഡ് ടീച്ചറാ. എന്നിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കെട്ടിച്ചേക്കണേ കാശ് എണ്ണേണ്ടി വരുന്ന അറിയില്ല. വായി നോക്കാതെ എണീച്ചു വാളാ. ടീച്ചറെ, വിഷമിക്കണ്ട. ഇതല്ലെങ്കിൽ മറ്റൊന്ന് രാമകൃഷ്ണൻ സെറ്റപ്പ് ആക്കി തരും. ഇനി ഒരു പെണ്ണിനെ കൂടി കാണാണ്ട്. ആ 3-ആളാണ് വണ്ടി കൊണ്ടുവരാണ്ട് അയാളെ കാണാനില്ല. വണ്ടി ഒന്നല്ല അല്ലേ? ആരാ സുരേഷ്? ഞാനാ സുരേഷ്. നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടോളൂ. ഇല്ല, നമുക്ക് പെണ്ണാണാൻ പോവാ. പിന്നെന്താ, പെണ്ണും കള്ളും ഒക്കെ വണ്ടിയിലുണ്ട്. അച്ഛ കള്ളുണ്ടെന്ന്. ഈ കാറ് AC ആണാ DC ആണാ? AC/DC ആണാ? അവൻ ഭാഗ്യവാനാ.
സുരേഷ് എന്താ പ്രശ്നം പറ.